ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരി, ഓക്കെ. മമ്മി, കൃഷ്ണനെ കുറിച്ച് ഇനി എന്തെങ്കിലും ന്യായീകരിച്ച് സംസാരിക്കാനുണ്ടോ മമ്മിക്ക്? ചോദിച്ചത് കേൾക്കുന്നില്ലേ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മമ്മി പറയാറുണ്ടല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും മികച്ച പെണ്ണ് അവളാണെന്ന്. അത് ഇപ്പോഴും പറയുന്നുണ്ടോന്നറിയാനാ ചോദിക്കുന്നേ. മോളെ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയും. ഇതാരൊക്കെയാണെന്ന് മമ്മിക്ക് മനസ്സിലായോ? നവീന്റെയും കൃഷ്ണയുടെയും കൂടെ നിൽക്കുന്നതേ എന്റെ ഫ്രണ്ട്സാ. അവരിവിടെ വന്നിട്ടുമുണ്ട്, മമ്മി അവരെ കണ്ടിട്ടുമുണ്ട്. ഇവരെങ്ങനെയാ നവീന്റെയും കൃഷ്ണയുടെ അടുത്ത്? എന്റെ ഫ്രണ്ട്സേ കളരിക്കൽ അവരെ തേടി ചെന്നതല്ല. കറങ്ങി നടക്കുന്നതിനിടയിൽ അവരെ തെരുവിൽ വെച്ച് കണ്ടതാ. ഇതാണോ 41 ദിവസത്തെ വ്രതം? ഇതാണോ മമ്മി അവൾ അനുഷ്ഠിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ? പറയൂ. ഗാഥ മാഡം, ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യത്തിന് നവീൻ കൃഷ്ണയും കൂട്ടി പുറത്തു പോയതായിരിക്കും. എന്തായാലും ഗാഥ മാഡം ആണെന്ന് കരുതിയാണല്ലോ ഗാഥ മാഡത്തിന്റെ ഫ്രണ്ട്സ്. എന്റെ സിനിച്ചേച്ചി, ഇത്തരം നാണം കെട്ട ന്യായീകരണങ്ങൾ ഒന്ന് നിർത്താവോ? എന്തിനു വേണ്ടിട്ടാ? എന്നെ സമാധാനിപ്പിക്കാനോ അതോ അവളെ ന്യായീകരിക്കാനോ? രണ്ടും വേണ്ട. അവളെ വിളിച്ചേ ഞാൻ ചോദിച്ചോളാം. ഗാഥ, ഇപ്പൊ വിളിക്കാനായിട്ടൊന്നും ശ്രമിക്കണ്ട. അവരൊന്നിച്ചല്ലേ. അതിന് എനിക്കെന്താ മമ്മി? അവളെ എന്നെയാണ് പേടിക്കേണ്ടത്, അല്ലാതെ അവളെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എടുക്കുന്നില്ലല്ലോ അവള്. ഹലോ, ഞാനേ ഗാഥയെ തിരിച്ചു വിളിക്കാം. നവീൻ എന്റെ കൂടെയുണ്ട്. പൂജയുടെയും വ്രതത്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടെ നീ എന്താ ഏതോ ആകാശത്തുനിന്ന് പൊട്ടി വീണവളെ പോലെ സംസാരിക്കുന്നോ? ഇപ്പൊ എന്താ, നിനക്ക് ദൈവങ്ങളെ പേടിയില്ലേ? ആചാരങ്ങളെ പേടിയില്ലേ? നീ നവീനുമായിട്ട് കറങ്ങി നടക്കാണല്ലേ? നവീന് 41 ദിവസം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നെ? ഇതാണോടി നിന്റെ ബ്രഹ്മചര്യം? ഞാൻ പറയുന്നതൊന്നും കേക്കൂ. എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ആഹാ, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാ. എന്താടി നിന്റെ ഉദ്ദേശം? ഒരു ചെറിയ അവസരം കിട്ടിയാല് ഉടനെ അതങ്ങ് ഉപയോഗിക്കുകയാണല്ലേ?
നീ പൂജ നടത്താനാണോ കളരിക്കലേക്ക് പോയത് അതോ എങ്ങനെയെങ്കിലും നവീനെ വശത്താക്കാനാണോ? ഗാഥ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞില്ലേ, അത് എന്താ? ഗാഥ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഞാൻ ഇടപെടണോ? വേണ്ട നവീൻ. എടോ, തന്നെ ശല്യം ചെയ്യുന്നല്ലോ. എന്റെ ഭാര്യയെ ഇനി ആരെങ്കിലും ശല്യം ചെയ്താല് അവരെ ഞാൻ വെറുതെ വിടില്ല. എന്നെ ഒരു ശല്യം ചെയ്തിട്ടൊന്നുമില്ല. ഞാനിതേ വരാം. ഓക്കെ. ഗാഥ, ഫോൺ വെക്ക്, അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. എന്ത് പ്രശ്നമാവാൻ? അവൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ അവൾ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ആരാ മമ്മി? അവളുടെ വേലക്കാരിയോ? നവീൻ അവളോട് ചോദിക്കുന്നത് ഫോണിലൂടെ ഞാൻ കേട്ടു. അവളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തല്ലാൻ വരെ തയ്യാറാണെന്നാ നവീൻ പറയുന്നത്. മണ്ടത്തരം പറയാതെ മാഡം. കൂടെ നടക്കുന്നത് ഗാഥ മാഡം ആണെന്ന് കരുതിയിട്ടല്ലേ നവീൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സിനി പറഞ്ഞത് സത്യമല്ലേ? കൂടെ നടക്കുന്നത് നീയാണെന്ന് കരുതി നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയല്ലേ നവീൻ ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാ മോളെ അത് തെറ്റാന്ന് പറയുന്നത്? മമ്മി, വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികളാണ് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതെല്ലാം അവസാനം കാര്യങ്ങൾ അപകടത്തിലാക്കും കഥ. അത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കേ. മമ്മിയോടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാ കാര്യങ്ങൾ പരിഹരിക്കാനേ എനിക്ക് നേരിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. ആകെപ്പാടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണല്ലോ സിനി. സിനി, കൃഷ്ണയെ ഒന്ന് വിളിച്ച് സംസാരിക്കോ? മാം, നവീന്റെ ഒപ്പം പോകാൻ കുടുംബക്കാര് നിർബന്ധിക്കുന്നുണ്ടാവും. അവൾക്ക് എത്രയാന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറാൻ പറ്റുക? അവളുടെ കണ്ടീഷൻ നമ്മളൊന്ന് ആലോചിക്കണ്ടേ? പറയാൻ എളുപ്പമാണ് മാം, പക്ഷെ ഒരു വലിയ തറവാട്ടില് ഒരു പെണ്ണ് വേഷം മാറി പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ഗാഥ, ഗാഥ, എന്താ നവീൻ? അത് നമുക്ക് ഹണിമൂൺ എവിടെ പോകേണ്ടത്? ഈ വ്രതം കുറച്ച് ദിവസം കഴിഞ്ഞ് അവസാനിക്കില്ലേ? അത് കഴിഞ്ഞിട്ട് ജീവിതം തുടങ്ങണ്ടേ നമുക്ക്? കൃഷ്ണ